അതെ, എല്ലാവരും എന്നാ പറയണു? സൺഡേ ഒക്കെ ആയിട്ട് പള്ളിയിലൊക്കെ പോയോ? ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണേ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞങ്ങളിവിടെ ഒരു മല കയറാൻ പോയി. മല കയറാൻ പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ സമ്മറും അതിൻ്റെ ഇടയ്ക്ക് സ്പ്രിങ്ങും ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും അല്ല, ഇങ്ങനെ നടക്കാനും ഇതുപോലെ മൗണ്ടൻസൊക്കെ ക്ലിംബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ പോകാനായിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഞങ്ങളും വെറുതെ നടന്ന് കയറി. ഒത്തിരി മുകളിലേക്കൊന്നും നമ്മൾ പോയില്ല കേട്ടോ, കാരണം അടുത്ത് പോവില്ലേ. പിന്നെ പിള്ളേരും ഉണ്ടായിരുന്നു. എന്ത് രസമാണെന്ന് നോക്കിക്കേ. മൊത്തം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് അതിനിടയ്ക്കേക്കിടെ ചെറിയ ചെറിയ വെള്ളമൊഴുക്കുകളും ഒക്കെ ആയിട്ട് നല്ല ഫ്രഷ്നെസ്സാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇവന്മാർ വണ്ടിക്കകത്തിരുന്നൊരു കൂടൊക്കെ എടുത്ത് ഇറങ്ങി. എന്തിനാണെന്നറിയാവോ? മീൻ പിടിക്കാൻ. എൻ്റെ ദൈവമേ, എവിടെ പോയാലും വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മീൻ പിടിക്കണം. ഞങ്ങൾ ഇടയ്ക്ക് പറയുവേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ട് ചേർന്നൊരു തോടുണ്ട്. ഇവന്മാരെ നേരം വിളിക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ അതിനകത്ത് കൊണ്ട് ഇട്ടേക്കാന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടച്ചിട്ട ഫ്ലാറ്റിനുള്ളിലെ ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് ചെന്ന് കഴിയുമ്പോണ്ടല്ലോ, നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ഒക്കെ നന്നായിട്ടൊന്ന് റീഫ്രഷ് ആവും. ഞാൻ ആലോചിക്കുക, ചെറുപ്പത്തിലൊക്കെ വീട്ടിനകത്ത് ഇരിക്കാനറിഞ്ഞ ഇഷ്ടമില്ലാത്ത പറമ്പിൽ നിന്ന് അകത്തേക്ക് കയറത്തേയില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ അടിയും കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ അതൊക്കെ മാറിയിട്ട് എല്ലാവരും മൊബൈലും ടിവിയും ഒക്കെ ഉപയോഗിച്ചില്ലേ. നമ്മുടെ കുട്ടിക്കാലവും ഇപ്പോഴത്തെ കാലം നമ്മൾ എന്ത് വ്യത്യാസമല്ലേ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.